പെണ്ണെ നിനക്ക് ഞാൻ പൈസ തരാം, ഇജ് എന്താണ് ഇൽറ്റുമിഷിൻ്റെ ചെടുത്ത് ചെന്നാണ്ട് ഈ കുത്തുബുദ്ധി ഭക്തിയർത്ഥങ്ങൾക്കെതിരെ എന്താക്കണം, കോടതിയിൽ നീ എന്താക്കണം, സാക്ഷി നിൽക്കണം. ഹലോ, എല്ലാവർക്കും സുസൈൻ മീഡിയത്തെ പുതിയൊരു വ്ളോഗൊക്കെ സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഡൽഹി അജ്മീർ ഡൽഹിക്ക് ബണ്ടെങ്കിത്തെ ആ വീഡിയോ കാര്യമാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ ഞങ്ങൾ നോക്കുക പോകേണ്ടത് എന്ത് വെച്ചുകൊണ്ട് കണ്ടെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നിർമ്മിതിയാണ് ഏത് കുതുബ് മിനാർ. ഈ കുതുബ് മിനാർ നിർമ്മിക്കുക കാരണക്കാരനായ ആലുമുട്ടത്ത് കാണാൻ പോകേണ്ടത്. അതുമാത്രമല്ല, ഈ ഒരു മഹാൻ ചൊല്ലത് ഏറ്റവും വലിയ ഒരു ഡൽഹിയുടെ ചരിത്രം തുടങ്ങുന്നുണ്ട് കണ്ടെങ്കിൽ ഈ ഒരു മഹാന്റെ കുറിച്ചിട്ട് ഞങ്ങൾ എന്താക്കണം, ഡൽഹിയുടെ ചരിത്രം തുടങ്ങും. കാരണം തൻ്റെ ചെറിയതിൽ നിന്നിട്ട് ഒരുപാട് അത്ഭുതം കാട്ടിയിട്ട് വന്നെങ്കിൽ ഒരു മഹാനാണ്. അതേപോലെ ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ അജിസ്തിയ ത്വരീഖത്തിൽ ഒന്നാമത്തെ ഖലീഫയായിട്ടും അതേപോലെ അജ്മീർ ഖ്വാജ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ശിഷ്യനുമായിട്ടും ഇന്നെങ്കിൽ ഒരു വലിയുടെ ദർഗത്ത് കാണപ്പോണ്ടത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹസ്രത്ത് ഖ്വാജ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു. ആ ഒരു മക്ബറത്ത് കാണാൻ ഞങ്ങൾ ഇപ്പോൾ എന്താക്കിയിട്ടുള്ളത് പോയിട്ടുള്ളത്. ഈ ഒരു മക്ബറച്ചുള്ളത് കുതുബ് മിനാറിലെ മുട്ടാണ് ഉള്ളത്. എന്നാൽ ഞങ്ങൾ ബഹുമാനപ്പെട്ടവർ ഒരു ചരിത്രം നോക്കേണ്ട കണ്ടെങ്കിൽ ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു ഇയാളെ ജനനം ചൊല്ലത് ഹിജ്റ 561 ക്രിസ്ത ശക ചൊല്ലുന്ന കണ്ടെങ്കിൽ 1173. ഞങ്ങളെ ഇപ്പോഴത്തെ കിർഗിസ്ഥാനിലെ ഔഷു ചൊല്ലി റായത്തിലാണ് ബഹുമാനപ്പെട്ടവർ എന്താക്കിയത് ജനിച്ചത്. ബഹുമാനപ്പെട്ടവർ ജനനത്തിൽ ഒരുപാട് അത്ഭുതം നിറഞ്ഞ ഒരു ജനനമായിട്ടുണ്ട്. കാരണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഒരു ഉമ്മ ചെറിയതിൽ, അതായത് ഈ കിടാവിടെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സന്ദർഭത്തിൽ ഒരുപാട് ഖുർആനും ബോധ്യമുണ്ടിരുന്നവർ പെണ്ണിങ്ങായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മഹദി അവർകൾ ഒരു ഹാഫിളത്തായ പെണ്ണാണ്. അപ്പോൾ എപ്പോഴും ഖുർആൻ ഓതും, മറിയം സൂറത്ത് ഓതും. അങ്ങനെ ഈ ഓത്ത് ഇങ്ങനെ ജാസ്തി ഓതിയാൽ പിന്നെ ബഹുമാനപ്പെട്ടവർ തൻ്റെ ഭയത്തിലേക്കുള്ള സന്ദർഭത്തിൽ, ഗർഭിണിയാക്കുന്ന സന്ദർഭത്തിൽ അള്ളാ എന്നുള്ള വാക്ക് ഉച്ചരിച്ചിട്ടുണ്ടാണ്. അതേപോലെ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ അള്ളാ എന്നുള്ള ആ ഒരു വാക്ക് ചൊന്നിട്ടാണ് ബഹുമാനപ്പെട്ടവർ എന്തായത് പ്രസവിച്ചതുകൊണ്ടാണ് ചരിത്രമാർഗം ചൊല്ലത്. ഏതായാലും ബഹുമാനപ്പെട്ടവർ ജനിച്ചൽ പിന്നെ അതായത് ആദ്യമായിട്ട് ഫസ്റ്റായിട്ട് ഈ ഖുർആൻ ഇത് ഈ അലിഫ് ബാഗ് പഠിപ്പാട്ടോ വേണം, ഇല്ലെങ്കിൽ ഈ ഖുർആൻ ഇല്ലെങ്കിൽ അറബി അക്ഷര പഠിക്കുക, ഇല്ലെങ്കിൽ അറബി പഠിക്കുക, ഇല്ലെങ്കിൽ അതായത് വിദ്യാഭ്യാസ ആ ഒരു മേഖലക്ക് പോകേണ്ട സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ എന്താക്കിയത് ആദ്യമായിട്ട് ഈ ഒരു ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ, അതിപ്പോൾ അജ്മീർ ഖ്വാജയോട് വന്നതാണ്. ഈ ഒരു കിർഗിസ്ഥാൻ വന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവരെ കൊണ്ടിട്ട് എന്താക്കുക ആദ്യാക്ഷരം പഠിപ്പിക്കാണ്ടാണ് വിളിച്ചത്. അങ്ങനെ ആ ഒരു സദസ്സിക്ക് ബഹുമാനപ്പെട്ടവർ കൂട്ടിക്കൊണ്ടു പോയ സന്ദർഭത്തിൽ അജ്മീർ ഖ്വാജ കണ്ടേ ചൊന്തു ഈ ഒരു കുട്ടി പിന്നെ എന്താവും വലിയൊരു ആളായി മാറും പണ്ടേ ചൊന്തു. അങ്ങനെ ബഹുമാനപ്പെട്ടവരിങ്ങനെ ഈ ഫസ്റ്റായിട്ടുള്ള അലിഫ് പഠിപ്പാട്ട് ആ ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ടവർ ഒരു ശരീരമാണ് കിടാറുക ഖ്വാജ തങ്ങൾക്ക്. അതായത് നാണല്ല ഈ കിടാവുക ആദ്യമായി പഠിപ്പാട്ടേണ്ട ആള് ബേരാണ്. അപ്പോൾ ഈ ഒരു ജാഗകാര ഖാദി ഹമീദുദ്ദീൻ നാഗോരി റളിയല്ലാഹു അൻഹു ബണ്ട് അയാളായിട്ട് ഇക്കോണം ആദ്യമായിട്ട് ഖുർആൻ പഠിപ്പാട്ട്, ഇല്ലെങ്കിൽ ഈ ഒരു ആദ്യമായിട്ടുള്ള അക്ഷരം കാര്യം പഠിപ്പാട്ടേണ്ടതെന്ന് ചൊന്നു. അങ്ങനെ ആ ഒരു സദസ്സ് തെൽനാർ കഴിഞ്ഞിട്ടാറ് ബഹുമാനപ്പെട്ട ഹമീദുദ്ദീൻ നാഗോറി റളിയല്ലാഹു അൻഹു എന്താക്കറ് ബണ്ട്. അങ്ങനെ വന്നിട്ടാണ് ആദ്യമായിട്ട് എന്താക്കടെ അലിഫ് ബാഗ് പഠിപ്പാട്ടർ. അങ്ങനെ ഈ ഒരു അലിഫ് ബാഗ് പഠിപ്പാട്ട സന്ദർഭത്തിൽ പഠിപ്പാട്ടി കൊടുക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ബഖ്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു ചൊല്ലും നക്നിങ്ങ പഠിപ്പാട്ടേണ്ടത് എന്തൊരു ചൊന്നുണ്ടെങ്കിൽ ഖുർആനിൽ 15ാമത്തെ ജുസുൽ പിന്നത്തെ നക്ക് എന്താക്കിയും പഠിപ്പാട്ടിയും മെയ്യാവുണ്ടാണ് ചൊല്ലത്. അതായത് ആദ്യത്തെ 15 ജുസു എന്താണ് ആദ്യമായിട്ട് ഹിഫ്ലായിട്ട് വെറും ഇത് ഒരു 4 വർഷക്കുമ്പിലുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ 15 ജുസു എന്താക്കാതാണ് മണപ്പാടമാക്കി വെച്ചത്. അതായത് ചെറിയ പ്രായത്തിൽ ഉമ്മ ഇവിടെ ആ ഒരു ഓത്തും കാര്യം കേട്ടിട്ട് ചെറിയ പ്രായത്തിൽ ബഹുമാനപ്പെട്ടവർ എന്താക്കിയത് ചൊന്നുണ്ട് കണ്ടെങ്കിൽ ഹിഫ്ല്, അതായത് ഖുർആൻ 15 ജുസുകൾ മനപ്പാടമാക്കിയിട്ട് എന്തുണ്ടാണ് ചരിത്രകാരന്മാർ ചൊല്ലത്. പിന്നീടാണ്
അങ്ങനെ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ടവർക്ക് പഠിപ്പാട്ടി കൊടുത്തത് ഹാലിഫ് ബാ പഠിപ്പാട്ടി കൊടുത്തത് ഹമീദുദ്ദീൻ നഗർ റളിയല്ലാഹു അൻഹു. അതേപോലെ ഈ ഒരു ദർഗത്ത് പോകുമ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു കല്ല് നമുക്ക് കാണാൻ സാധ്യമുണ്ട്. ഈ ഒരു കല്ല് നിങ്ങൾ നോക്കൂ. ഈ ഒരു കല്ല് ചൊല്ലത് ബഹുമാനപ്പെട്ട അതായത് ഈ ഒരു ഡൽഹിയിൽ പ്രധാനപ്പെട്ട ഒരു വലിയാണ് നങ്കൊന്തുള്ളത് പോലെ നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു. ഈ നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരെ സിയാറത്തൊക്കെ പറയുന്ന സന്ദർഭത്തിൽ ഈ ഒരു ജാഗയിൽ വെച്ചിട്ട് ഇല്ലെങ്കിൽ ആ ഒരു കല്ലുടെ മേൽ, ആ കല്ല് മുന്നിൽ കീഴാണ് നിന്നത്, ആ കല്ലുടെ മേൽ നിന്നിട്ടാണ് അവിടെ നിന്നിട്ടാണ് സിയാറത്താക്കേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ അത്രക്കും ഒരു എന്താ ചൊല്ലി ബഹുമാനപ്പെട്ടവർക്ക് ഈ ഒരു ജാഗ് എത്രയോട് കൂടിയിട്ട് എന്താക്കിയിട്ടുണ്ട്, കാലിങ്ങനെ ബെറച്ചുകൊണ്ട് എന്താണ് പേടിച്ചിട്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ റളിയല്ലാഹു അൻഹു ചൊന്നത് അയാൾ, അതായത് ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി റളിയല്ലാഹുവിൻ്റെ റോമത്തുക്ക് പോലും നാണയത്തല ചൊല്ല. അത്രക്കും വലിയൊരു മഹാനാണ് ആറ് ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി റളിയല്ലാഹു അൻഹു. നിസാമുദ്ദീൻ റളിയല്ലാഹുവിൻ്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് നിസാമുദ്ദീൻ ദർഗത്ത് പോകേണ്ട സന്ദർഭത്തിലാണ് എന്താക്കർ ചൊല്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിന്നീട് എന്താക്കരുതാണ് ഇവിടെ, അതായത് ആദ്യം പഠിച്ചതല്ല, പിന്നീട് ഉമ്മ ഈ കിടവിടെ ഒരു ദർസുക്ക് ചേർത്തു പിന്നെ പോകേണ്ട സന്ദർഭത്തിൽ ഖാദിമിലോട്ട് അതായത് സീരണയും കൊടുത്തിട്ടാണ് കടത്തരുത് എന്താക്കരുത് ബാക്കിയും കൊടുക്കും. അങ്ങനെ ഈ ദർസുക്ക് ഒരു ഖാദിം ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകേണ്ട സന്ദർഭത്തിൽ ഒരു വയസ്സായ ഒരാൾ വന്ന് നിപ്പാടിച്ചുള്ളൂ ഈ കിടവിടെ ഓടുകയാണ് കൂട്ടിക്കൊണ്ട് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പഠിപ്പാട്ടമാണ് ദർസുക്ക് ചേർക്കുകയാണ് ചൊല്ലും. അപ്പോൾ ആ മനുഷ്യരോട് ആ കിടവിടെ നൻ്റെ കീഴിൽ തരണാണ് ഒരാളിൽ മുട്ട കൂട്ടിയ പോകേണ്ടത്, അവിടെയാണ് ഈ കിടവ് പഠിക്കണമായതുകൊണ്ടാണ് ചൊല്ലത്. അങ്ങനെ ഈ കിടവിടെ നേരെ കൂട്ടിയ പോകേണ്ടത് ആരുടെ ഷെയ്ഖ് അബു ഹഫ്സ് റളിയല്ലാഹുവിൻ്റെ മുട്ടാണ് കൂട്ടിക്കൊണ്ട് പോകേണ്ടത്. അങ്ങനെ അവിടെ പോയിട്ട് കിടാവ് എന്താക്കുക പഠിപ്പാട്ടതാണ്. അപ്പോൾ ആ ഒരു അബു ഹഫ്സ് റളിയല്ലാഹുവിനെ പോയിട്ട് കൂട്ടിവിട്ട് ആക്കുന്ന സന്ദർഭത്തിൽ ഈ അബു ഹഫ്സ് റളിയല്ലാഹുവിന് ആ ഒരു ഖാദിമിട്ട് കേക്കറ് ഈ നിന്റെ അതായത് ഇവിടെ കൂട്ടിയ ബറു ആക്കുക ബേനായിട്ട് ചൊന്ന ആളില്ല, ആ ബേസയാൾ അത് ആരുടെ ഗൊന്തയിത്താണ്ട് കേൾക്കറ്. അപ്പോൾ ഇല്ല, ഗൊന്തയിട്ടില്ല, അത് വേറെ ആരുമല്ല, വേറാണ് ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമായിട്ട് എന്തും. അങ്ങനെ പിന്നീട് ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രകാരം അങ്ങനെ അവിടെ പഠിച്ചിട്ട് അതിൽ പിന്നെ നേരെ ഇവിടെ കാണുക ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി റളിയല്ലാഹു അൻഹു ബഗ്ദാദ് കാണാൻ പോകേണ്ടത്. അങ്ങനെ അവിടെ പഠിച്ചിട്ട് ഒരുപാട് ഇൽമും കാര്യമെല്ലാം പഠിച്ചിട്ട് അതിൽ പിന്നെ ബഹുമാനപ്പെട്ടവർ എന്താക്കുക ഒരു നാൾ ഈ ബഗ്ദാദിൽ ഒരു പള്ളിയുടെ മേലെ നിന്നിട്ട് ഒരുപാട് ദിക്ർ ചൊല്ലും. അതായത് ഈ ഒരു ദിക്ർ ചൊന്നെങ്കിൽ ആറ് ആണ് വേണ്ടത്, ബഹുമാനപ്പെട്ട ഖിളിർ നബി മീട്ടാവുബേനായിട്ടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെ കാണുകബേനായിട്ട് ഒരു ദിക്ർ പള്ളിയുടെ മേൽ, അതായത് ഇശാ നിസ്കരിച്ചിട്ടുള്ള അതിൽ പിന്നെയാണ് ഓതുന്നത്. അങ്ങനെ ഓതിയാൽ പിന്നെ സുബഹി നിസ്കരിച്ച പണ്ട സന്ദർഭത്തിൽ ബഹുമാന ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയും അങ്ങനെ കേൾക്കടെ എന്തുകാണ് നീ ഒരു കാര്യം ഇങ്ങനെ ഓതിയത് കേൾക്കും, നക്ക് ഒരു മാർഗദർശിയായിട്ട് ഒരാൾ നക്ക് ഒരു മുർഷിദ് നക്ക് ബേനോ ചൊല്ലും. അങ്ങനെയാണ് ചൊല്ലത്, നീ എവിടേക്ക് പോകണം സുഹ്രവർ, നീ എവിടേക്ക് പോകണം ഇസ്ഫഹാനക്ക് പോകണം, അതായത് ഇറാനുക്ക് പോകണം. അങ്ങനെ പോയ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജയെ രണ്ടാമത് കാണുകയും അങ്ങനെ അജ്മീർ ഖ്വാജയുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അങ്ങനെ അജ്മീർ ഖ്വാജ ആദ്യമായിട്ട് അതായത് തന്നെ 18-ാം വർഷത്തിൽ ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി റളിയല്ലാഹു അൻഹു 18-ാമത്തെ വർഷത്തിലിരിക്കുമ്പോൾ സന്ദർഭത്തിലാണ് ചിസ്തിയ ത്വരീഖത്തിലെ ഖലീഫ ആക്കുകയും അതുപോലെ ബഹുമാനപ്പെട്ടവർ ശിഷ്യനായി സ്വീകരിക്കുകയും ചെയ്യരുത്. അങ്ങനെ പിന്നീടാണ് ഇവിടെ ഡൽഹിക്ക് ബണ്ടത്. അങ്ങനെ ഈ ബഹുമാനപ്പെട്ടവർ ഏറ്റവും വലിയ ഒരു ചരിത്രം കാര്യം, അതായത് പിന്നീട് ജീവിതത്തിൽ നടന്ന കാര്യം ഞങ്ങൾ ഉസ്താദ് ചൊല്ലത് എന്താക്കുക കേട്ടിട്ട് പറ. സുൽത്താൻ ഇൽത്തുമിഷ് ഇവരെ കൊട്ടാരത്തിൽ മുഫ്തിയാക്കി നിയമിച്ചു. ഇനി കൊട്ടാരത്തിൽ മുഫ്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ മുഫ്തിയാണ്, ഏറ്റവും വലിയ പള്ളിയാണ്. ഖുവ്വത്തുൽ ഇസ്ലാം പള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ത്യയുടെ ഏറ്റവും വലിയ പള്ളിയാണ്. അതിലെ മുദ്ദരിസാണ്, ഇന്ത്യൻ്റെ മുഫ്തിയാണ്. ഭയങ്കര പവറുള്ള ആളാണ്. എന്താ രാജാവിൻ്റെ അതേ പവറുള്ളൊരു ഒരു സുപ്രീം കോടതി ജഡ്ജിൻ്റെ പവറാണ് ആര് ഇവിടുത്തെ. ആ സ്ഥാനത്തേക്കാണ് ഖുതുബുദ്ദീൻ ബഖ്തിയാർ തങ്ങളെ കൊണ്ടുപോയി നിയമിക്കുന്നത്. ഇവർ പറഞ്ഞു ഞാനതിന് അർഹരല്ല, എന്നെ ഒഴിവാക്കി തരാം. അങ്ങനെ ഖാജാത്തങ്ങളെ കൂട്ടുകാരനായ സുൽത്താൻ ഷെയ്ഖ് നജ്മുദ്ദീൻ എന്ന മഹാൻ അവിടുത്തെ മുഫ്തിയാക്കി നിയമിച്ചു. അങ്ങനെ ഒരു ദിവസം ഖാജാത്തങ്ങൾ ഇവിടെ കാണാൻ വന്നു, ഡൽഹിയിൽ വന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാം. ഖാജാത്തങ്ങൾ ചോദിക്കുക, അല്ല നജ്മുദ്ദീൻ എന്തേ പറ്റി, ഓല് നമ്മുടെ അടുത്തേക്കൊന്നും വരുന്നില്ലല്ലോ, ഓർക്ക് എന്നോടെന്താ പിണക്കം, ഓലൊന്ന് വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. അങ്ങനെ നജ്മുദ്ദീൻ ഷെയ്ഖ് നജ്മുദ്ദീനെ വിളിച്ചുകൊണ്ടുവന്നു. ഓര് വിളിച്ചുകൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഞാൻ കൊട്ടാരത്തിലെ മുഫ്തിയല്ലേ, ഞാൻ കൊട്ടാരത്തിലെ കാളിയല്ലേ, എല്ലാ ജനങ്ങളും ആരടുത്തേക്കാണ് പോണത്, ഖുതുബുദ്ദീൻ എൻ്റെ അടുത്തേക്ക് ആരും വരുന്നില്ല. അപ്പോൾ ഖാജാത്തങ്ങൾക്ക് ആ വാക്കിൽ നിന്ന് വിഷയം മനസ്സിലായി, എന്തുണ്ട് മനസ്സിലൊരു ചെറിയ കറണ്ട് വലിക്കുന്നു. അപ്പം ഖുതുബുദ്ദീൻ ബഖ്തിയാർ തങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ ആരും മതി, ഷെയ്ഖ് നജ്മുദ്ദീൻ എന്ന് പറഞ്ഞ ഓല് മതി, ഇനി നിങ്ങൾ എൻ്റെ കൂടെ അജ്മീറിലേക്ക് പോയി. ആ സമയം ഖാജാത്തങ്ങൾ തൻ്റെ ശിഷ്യൻ്റെ പവർ കാണാൻ എന്താ കാണുന്നത്. ഖുതുബുദ്ദീൻ ബഖ്തിയാർ തങ്ങളെ ഖാജാത്തങ്ങൾ കൊണ്ടിട്ട് അജ്മീറിലേക്ക് പുറപ്പെടുമ്പം ഖാജാത്തങ്ങൾ ഖുതുബുദ്ദീൻ ബഖ്തിയാർ തങ്ങൾ ഒരു കാലും കെട്ടെടുത്തു വെച്ചാൽ ഡൽഹിയുടെ ജനങ്ങൾ കാണാൻ ഉന്തും തള്ളും കൂടെ. എന്തിന്
കുത്തുബുദ്ധിയും ഭക്തിയാർത്ഥങ്ങൾ ചവിട്ടിയ സ്ഥലത്തുള്ള മണ്ണെടുത്ത് ചുംബിക്കാൻ. അവരെ കയ്യൊന്ന് കിട്ടാനല്ല, അവര് ചവിട്ടിയ സ്ഥലത്തുള്ള മണ്ണൊന്ന് കിട്ടാൻ വേണ്ടി. ഇത് ഹാജാത്തങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ജനങ്ങൾ ഉന്തും തള്ളും കൂടാണ്. എന്തിന്? ഇവര് ചവിട്ടിയ മണ്ണെടുത്ത് ചുംബിക്കാൻ. ഹാജാത്തങ്ങൾ പറഞ്ഞു, മോൻ ഇവിടെ തന്നെ നിന്നോ, ഇവിടെ നിങ്ങളെ സ്ഥാനം ഇത്രയും ജനങ്ങളെ മനസ്സിലാണ്, അതുകൊണ്ട് മോൻ ഇവിടെ തന്നെ നിന്നോ. അങ്ങനെ ഇവിടെ തന്നെ നിയമിച്ചു. അങ്ങനെ ഇവർക്ക് എന്താക്കണം, ഈ ഷെയ്ഖ് നജമുദ്ദീനും ആ കൊട്ടാരത്തിലൊരു മന്ത്രിനെ പിടിച്ചു, ഇൽത്തുമിഷിനെ മന്ത്രിനെ പിടിച്ചു. എന്നിട്ടൊരു പെണ്ണിനെ ശട്ടം കെട്ടി. ആ പെണ്ണ് ഗർഭിണിയാണ്. എന്നിട്ട് പറഞ്ഞു, പെണ്ണെ നിനക്ക് ഞാൻ പൈസ തരാം, ഈ എന്താണ് ഇൽത്തുമിഷിൻ്റെ ചെടുത്ത് ചെന്നാണ്ട് ഈ കുത്തുബുദ്ധി ഭക്തിയാർത്ഥങ്ങൾക്കെതിരെ എന്താക്കണം, കോടതിയിൽ നീ എന്താക്കണം, സാക്ഷി നിൽക്കണം. ഈ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ബാപ്പ ആരാണ്? കുത്തുബുദ്ധി ഭക്തിയാർത്ഥങ്ങൾ എന്ന് പറഞ്ഞ ഒരാൾക്ക് അന്ന് DNA ടെസ്റ്റ് ഉണ്ടോ? ഇല്ല. അന്ന് എന്തെങ്കിലും ഒരു കഥ ഉണ്ടോ? ഒന്നുമില്ല. കാരണം ഇതിനേക്കാൾ ഒരു പെണ്ണിനെ പിടിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ ചതിയോളം വല്ലാത്തൊരു ചതി ലോകത്തില്ല. അങ്ങനെ എന്താക്കി, ഈ പെണ്ണിനെ പിടിച്ചു. അങ്ങനെ പെണ്ണിന് ക്യാഷ് കൊടുത്തു. പിന്നിൽ ആരാ? ഷെയ്ഖ് നജമുദ്ദീൻ എന്ന് പറഞ്ഞ ഈ ഗ്രാൻഡ് മുഫ്തിയാണത്. മാത്രമല്ല അവരുടെ കൂടെ മന്ത്രിയുണ്ട്. ഒരു പേടിയും പേടിക്കാനില്ല. അങ്ങനെ ഇൽത്തുമിഷിന്റെ കോടതിയിൽ വന്ന് ഈ പെണ്ണുണ്ട്. ഇൽത്തുമിഷൻ, ഈ ഗർഭത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ ബാപ്പ നിങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കുത്തുബുദ്ധി ഭക്തിയാർത്ഥങ്ങളാണ്. ഇൽത്തുമിഷിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. ഇൽത്തുമിഷ് എന്ന് പറഞ്ഞാൽ ചില്ലറ ഭരണാധികാരിയല്ല. കുത്തുബുദ്ധിയും ഭക്തിയാർത്ഥങ്ങൾ വഫാത്താകുമ്പോൾ വസീയത്തുണ്ട്. എന്താ വസീയത്ത് അറിയും? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരിൽ വ്യഭിചരിച്ച ഒരാൾ നിസ്കരിക്കാൻ പാടില്ല. ജീവിതത്തിൽ വ്യഭിചരിച്ച ഒരാൾ നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ, എന്തിന്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ ഒരാളുണ്ടാകാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് യോഗ്യത ഉണ്ട്. പ്രായപൂർത്തിയായതിനു ശേഷം ഒരു ഫർളിന്റെ മുമ്പും ശേഷവുമുള്ള ഒരൊറ്റ റവാത്തിബ് ഖളാക്കരുത്. എങ്ങനെ? റവാത്തിബ് സുന്നത്ത് എത്ര അറിയോ? എത്ര? 22 റക്അത്ത്. ഒരു ഫർളും ഖളാക്കരുത് എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഫർളിന്റെ മുമ്പും ശേഷമുള്ള ഒരൊറ്റ റവാത്തിബും ഖളാ ഒരു മനുഷ്യനെ ഡൽഹിയിൽ കിട്ടാനില്ല. അന്നത്തെ സൂഫികളെ ലോകത്ത് ഒരൊറ്റ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ. അതാരായിരുന്നു? അല്ല, സുൽത്താൻ ഇൽത്തുമിഷ്, ഈ രാജ്യത്തിന്റെ ഭരണാധികാരി. അങ്ങനത്തെ ഒരു നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ്. മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് ഖബർ തയ്യാറാക്കി വെക്കുക പോലെ, ഞാൻ മരിച്ചതിന് എന്നെ ഇവിടെ മറിയണം എന്നാണ്. അങ്ങനത്തെ ഭരണാധികാരി. ആ ഇൽത്തുമിഷിന്റെ കോടതിയിൽ ചെന്ന് ഈ പെണ്ണ് സാക്ഷി പറഞ്ഞു, ഇതാണ് കുട്ടീൻ്റെ ബാപ്പ വരാണെന്ന് പറഞ്ഞാണ്. അങ്ങനെ എന്താക്കി, ഇൽത്തുമിഷിനെ പടച്ചറബ് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആദരിക്കുന്ന ആഴ്ചയിൽ 2 ദിവസം ഇവരെ അടുത്ത് വന്ന് ദുആ ചെയ്യിപ്പിക്കുന്ന ഭരണാധികാരി ഇൽത്തുമിഷ്. ആഴ്ച 2 ദിവസം വരും. എന്നിട്ട് അവരെ കാൽക്കലിരിക്കും. എന്നിട്ട് പറഞ്ഞ് എനിക്കൊന്ന് ദ്വാരം തരണം, എൻ്റെ തലയിലൊന്ന് കൈവച്ചരണം എന്ന് പറഞ്ഞ് ദ്വാ ചെയ്യിപ്പിക്കുന്ന ഭരണാധികാരി ഓല കോടതിയിൽ വന്നിങ്ങനെ പെണ്ണ് വന്ന് പറഞ്ഞ ഇനി എന്തുണ്ട് ചിന്തിച്ചു. പെണ്ണിൻ്റെ ഫയൽ സ്വീകരിച്ചു. പറഞ്ഞു വിളിക്കാം. നേരെ ഇൽത്തുമിഷ് പോന്നു കൊടുക്കുക. അജ്മീറിലേക്കാണ് പോകുന്നത്. എന്നാൽ ഹാജാത്തങ്ങടുത്ത് വന്ന് പറഞ്ഞു, എൻ്റെ കോടതിയിൽ ഒരു കേസ് വന്നിട്ടുണ്ട്, അങ്ങനെ തീർപ്പാക്കി തരണം. എന്ത് ചോദിച്ചു? ഭക്തിയാർത്ഥങ്ങൾക്കെതിരെ പെണ്ണ് സാക്ഷി നിൽക്കുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പറഞ്ഞു, കേസ് അവിടെ നിൽക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരും, എന്നിട്ട് ചെയ്താൽ മതി. അങ്ങനെ ഒരു ദിവസം അജ്മീർ ഹാജാത്തങ്ങൾ വന്ന സമയത്ത് ആ പെണ്ണിനും വിളിച്ചു, എല്ലാവരും വിളിച്ചു. ചോദിച്ചു, നമ്മുടെ കൊട്ടാരത്തിൽ മന്ത്രിമാരൊക്കെ അല്ലേ? ഹാജാത്തങ്ങൾ ചോദിച്ചു. മന്ത്രിമാരൊക്കെ ഇരിക്കാൻ പറഞ്ഞു, എല്ലാവരോടും വരിയായിട്ട് ഇരിക്കാൻ പറഞ്ഞു. പെണ്ണിന് കോടതിയിൽ നിർത്തി. കുത്തുബുദ്ധിയും ഭക്തിയാർത്ഥങ്ങളെ വിളിച്ചിരുത്തിയൊക്കെ നിർത്തി. ചോദിച്ചു, പെണ്ണിനോട് ഇൽത്തുമിഷ് ചോദിക്കുക, എൻ്റെ മോളെ നിൻ്റെ പരാതി? ഈ ഗർഭത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ ബാപ്പ ഓലാണ്. സത്യമാണോ പറഞ്ഞത്? സത്യമാണോ പറഞ്ഞത്? സത്യമാണ്. അപ്പോൾ ഹാജാത്തങ്ങൾ ഇതിങ്ങനെ കേട്ട് ഹാജാത്തങ്ങൾ നടന്നിങ്ങനെ ഇറങ്ങി വന്നു. എന്നിട്ട് തൻ്റെ കയ്യിൽ വടിയുണ്ട്. എന്നിട്ട് ചോദിച്ചു, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനോട് ചോദിക്കുക, നിന്റെ ബാപ്പാരടാ? അല്ല, ആദ്യം മന്ത്രിനോട് വിളിച്ചു. എന്നിട്ട് മന്ത്രിനോട് ചോദിക്കാൻ പറഞ്ഞു, ബാപ്പാരടാ ചോദിക്കാൻ പറഞ്ഞു. മന്ത്രി പറഞ്ഞു, ഗർഭത്തിലിരിക്കുന്ന കുട്ടിയല്ലേ, എങ്ങനെ സംസാരിക്കുക? ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചു, സംസാരിക്കണില്ല. വീണ്ടും ചോദിക്കാൻ പറഞ്ഞു, സംസാരിക്കണില്ല. വീണ്ടും ചോദിച്ചു, എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ. ചെന്ന് ചോദിച്ചു, ആരടാ നിന്റെ ബാപ്പ? ഹാജാത്തങ്ങൾ ഗർഭത്തിലിരിക്കുന്ന കുട്ടീനോട് ചോദിച്ചു. ആ ഗർഭത്തിലെ കുട്ടി പറയാ, ഇന്നാലിന്ന മന്ത്രിയാണ് എൻ്റെ ബാപ്പ. ഏത് മന്ത്രി? ഈ ഇവരെ കൂടെ ചട്ടം കെട്ടി ക്യാഷ് കൊടുത്ത് പെണ്ണിനെ സെറ്റപ്പാക്കി ഈ മന്ത്രിയായിരുന്നു രാജ. സുൽത്താൻ ഇൽത്തുമിഷ് അത്ഭുതപ്പെട്ടു.
അപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ ഇത്രക്കും വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ട ഖുതുബുദ്ദീൻ ബഖ്തിയാർ ഖാക്കി റളിയല്ലാഹു അൻഹു. നമുക്കൊന്നുള്ളതുപോലെ ഖുതുബുദ്ദീൻ ഐബക്കാണ് എന്താക്കിയത്, കുത്തുബ് മിനാർ കെട്ടിയത്. അതിലെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പാണ് ഖുതുബുദ്ദീൻ ഐബക്ക് കെട്ടിയത്. പക്ഷെ ആ ഖുതുബുദ്ദീൻ ഐബക്ക് കെട്ടിയത് ബഹുമാനപ്പെട്ട ഒരു ഓർമ്മക്ക് ബേനായിട്ടാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഖുതുബുദ്ദീൻ ഐബക്ക് കെട്ടിയെങ്കിൽ ബാക്കിയുള്ളതെല്ലാം കെട്ടിയത് ആരാണ്? ഇൽത്തുമിഷ് രാജാവാണ്. അപ്പോൾ ഇൽത്തുമിഷ് ഈ ഒരു കുത്തുബ് മിനാർ കെട്ടിയത് ബഹുമാനപ്പെട്ടവർ ആ ഒരു സ്മരണക്ക് ബേനായിട്ടാണ്. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ടവർ ആ ഒരു ദർഗത്ത് ഞങ്ങൾക്ക് പോകണമുള്ളത്. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ടവരെ മക്ബറ ചൊല്ലത്. അവിടെ ഒരുപാടും എന്താ ചൊല്ലി ഖബറും കാര്യമെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കെട്ടറുള്ളുകയാണ് ബഹുമാനപ്പെട്ടവർ ആ ഒരു മസാറും ഉള്ളത്. ഇതാണ് ബഹുമാനപ്പെട്ടവർ മസാർ ചൊല്ലത്. ഇനി ബഹുമാനപ്പെട്ടവർ വഫാത്തായത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. അതായത് ബഹുമാനപ്പെട്ടവർ ഒരു സദസ്സിൽ, അതായത് ബഹുമാനപ്പെട്ട ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലങ്കത്തെ ഒരു സദസ്സാണ് ഇന്നത്. അങ്ങനെ ഈ ഒരു സദസ്സിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതേപോലെ അള്ളാഹുടെ ഇങ്ങനെ മദ്ഹ് ഇങ്ങനെ ഗീത് ഇങ്ങനെ കേൾക്കുന്ന സന്ദർഭത്തിൽ ഒരു ഇങ്ങനെ വരി ഇങ്ങനെ കേട്ട്, അതായത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ഇങ്ങനെ കേട്ടിട്ട് ആ ഒരു മദ്ഹിലായിട്ട് ഇങ്ങനെ അലിഞ്ഞു പോകേണ്ടതാണ് ബഹുമാനപ്പെട്ടവർ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹല്ലേ എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ആ ഒരു മദ്ഹിൽ അലിഞ്ഞിട്ട് എവിടത്തോളം അയച്ചു കണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവർ ഈ ഒരു ശരീരത്തിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ടാണ്. ആദ്യം ബഹുമാനപ്പെട്ടവർ ആ ഒരു ശരീരം ചുവപ്പ് കളർ ആയിട്ടുണ്ടാണ്. പിന്നീട് ആ ഒരു ചുവപ്പ് ഇത് പോയിട്ട് നീലി കളറ് കാണു വന്നത്. അങ്ങനെ അതേപോലെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ആ ഒരു മത് ഇങ്ങനെ കേൾക്കുമ്പോൾ ആ മത് ഇങ്ങനെ നിപ്പാട്ടും ബഹുമാനപ്പെട്ടവർ എന്താവും, ബോധം പോവും. അങ്ങനെ പിന്നീട് രണ്ടാമത്തെ മദ്ഹ് പടം ബോധം വരും. ഇങ്ങനെ ഒരു രീതിയിലായിട്ട് ഇത് ബഹുമാനപ്പെട്ടവർ ഇന്നത്. അങ്ങനെ അവസാനം 4 നാളത്തോളാണ് ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ 5-ാമത്തെ ദിവസം ബഹുമാനപ്പെട്ടവർ ആ ഒരു ഓർമ്മയിലായിട്ട് അള്ളാഹുവിൻ്റെ ആ ഒരു ഇഷ്കിലും അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പിർസത്തിലുമായിട്ട് ഇങ്ങനെ ആ ഒരു ഹാലിലായിട്ടാണ് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ വഫാത്താവിടുന്നു. അപ്പോൾ അത്രക്കും അള്ളാഹുരെയും അതേപോലെ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ ഇഷ്ടം വെച്ച ഒരു ആളാണ് ബഹുമാനപ്പെട്ടവർ. അതുപോലെ ഒരുപാട് കറാമത്തും കാണിച്ചെങ്കിത്ത ഒരു ആളാണ് ബഹുമാനപ്പെട്ടവർ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ വഫാത്തായത് ഹിജ്റ 633 അതായത് ക്രിസ്തുശക 1235 അങ്ങനെ ആ ഒരു ദർഗത്തിൽ പുറത്ത് ഇങ്ങനെ വന്നെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഇടവഴി കാണും. ഈ ഒരു ഇവിടെയാണ് ബഹുമാനപ്പെട്ടവരെ നേരത്തെ ചൊന്ന പോലെ ബഹുമാനപ്പെട്ടവർ ആദ്യത്തെ ഉസ്താദ്, അതായത് അലിഫ് പടിപ്പാട്ടി ചൊന്നല്ലേ ആ ഒരു ഉസ്താദ്, അതായത് ഖാളി ഹമീദുദ്ദീൻ നാഗൂർ റളിയല്ലാഹുവിൻ്റെ മക്ബറാണ് ഇവിടെ ഉള്ളത്. അത് ബഹുമാനപ്പെട്ട ദർഗത്ത് മുട്ടാണ്. ഇതാണ് ബഹുമാനപ്പെട്ടവരെ ആദ്യം അലിഫ് പടിപ്പാട്ടിങ്കത്തെ ആ ഒരു ഉസ്താദിലെ മക്ബറ ചൊല്ലത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങിപ്പോൾ എന്തായതാണ് ഇറങ്ങി പോകേണ്ടതാണ്. അപ്പോൾ ഇവിടെ അതിർ ഉൾഗത്തേക്ക് ആ ഒരു മക്ബറയുടെ ഉൾഗത്തേക്ക് ആർക്കാണ് ആണുങ്ങൾക്ക് മാത്രമാണ് പ്രവേശമുള്ളത്, പെണ്ണുങ്ങൾക്ക് അതിർ ഉൾഗ പ്രവേശമല്ല, പുറത്ത് കഴിഞ്ഞിട്ട് സിയാറത്താക്കുള്ളതാണ്. അപ്പോൾ ഇതാണ് ബഹുമാനപ്പെട്ടവർ ആ ഒരു മക്ബറകളുള്ളെങ്കിൽ അവർ കാഴ്ച ചൊല്ലത്. അപ്പോൾ ഇത്രക്കും വലിയൊരു മഹാനാണ്. അതുമാത്രമല്ല നേരത്തെ നല്ല കുത്തുബ് മിനാർ കെട്ടവും കാരണം, അതുമാത്രമല്ല മഹാത്മാഗാന്ധിജി പോലും ബഹുമാനിച്ചെങ്കിത്തെ, അതായത് മഹാത്മാഗാന്ധിജി കൊല്ലപ്പെട്ട രംഗത്ത് 3 ഈ ഒരു ദർഗത്തേക്ക് വന്നിട്ട് പോയതാണ്. മാത്രമല്ല ഈ ഒരു ദർഗത്തേക്ക് ബേനായിട്ട് നിരാഹാര ചൊല്ലില്ലേ അതും കൂടി എഴുതിച്ച ആളാണ് ഗാന്ധിജി. അപ്പോൾ അത്രക്കും ഒരു ബഹുമാനം കൊടുത്തെങ്കിലത്തെ ഒരു മക്ബറും കൂടിയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ഡൽഹിക്ക് ബണ്ടിണ്ട് കണ്ടെങ്കിൽ ഈ ഒരു മക്ബറ എന്താക്കാം, വിസിറ്റ് ആക്കണം, ഇവിടെ സിയാറത്താക്കാം. അതേപോലെ ഒരുപാട് ഉസ്താദന്മാർ തന്നെ അതായത് എന്തൊക്കെ കണ്ടെങ്കിൽ തൻ്റെ ഈ ഭാരത്തും കാര്യം അതായത് ഇൽമ കറക്റ്റ് ആകും മെയിനായിട്ടും അല്ല ഇവിടെ വന്നിട്ട് ദയിക്കാറുണ്ടാണ് കേട്ടത്. റിയാദ് വന്ന് ദയിക്കറെങ്കിൽ പ്ലേസും കൂടിയാണ്. അപ്പോൾ അത്രക്കും ഒരു ബഹുമാനപ്പെട്ടതും അതുപോലെ ഒരുപാട് കറാമത്തും കാര്യം ഉള്ളതാണ്. അപ്പോൾ ഏതായാലും ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ ചൊല്ലത്. ഇൻഷാല്ലാ ബണ്ടേ നാല് കുത്തുബ് മിനാറതും അവിടുത്തെ കാഴ്ചയും അവിടെയുള്ള ചരിത്രം കാര്യമായിട്ട് ഇൻഷാല്ലാ ബണ്ടേ വീഡിയോയിൽ വേണ്ട. അത്രത്തോളം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.